ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പൊന്നാങ്കണ്ണി ചീരയുടെ വലിയ ഇല തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല വാഷ് ചെയ്തിട്ട് വേണം തോരൻ വയ്ക്കാൻ. നമ്മൾ ചീരത്തോരനൊക്കെ വയ്ക്കുന്നില്ലേ, അതേപോലെ തന്നെ ആണ് ഇതും തോരൻ വയ്ക്കുന്നത്. പിന്നെ ഇതിന് കയ്പോ അതോ ഇതോ ഒന്നുമില്ല. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് താളില്ലേ, ചേമ്പിൻ്റെ താളും പിന്നെ മൈസൂർ ചീരയുടെ കുറച്ച് ഇലയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ചീരക്കൊക്കെ അരിയുമ്പോൾ ഒത്തിരി ചെറുതായിട്ട് അരിയരുതേ, എന്നുവെച്ചാൽ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മൾ ഒരു ഒത്തിരി ചെറുതുമല്ല എന്നാൽ ഒത്തിരി വലുതും അല്ലാത്ത ഈ ഒരു സൈസിൽ വേണം നമുക്ക് കട്ട് ചെയ്ത് ചീര ഉണ്ടാക്കാൻ. അതായത് നമ്മൾ കടുക് വറക്കുമ്പോൾ തന്നെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കി എടുക്കണം. ചിലരാണെന്നുണ്ടെങ്കിൽ ചെറിയ തീ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടൊക്കെ വേവിക്കും. അപ്പോഴിതിൻ്റെ വിറ്റാമിൻസ് എല്ലാം പോകും. അങ്ങനെ ചെയ്യാനേ പാടില്ല. അപ്പം നമ്മളിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചീര ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ കണ്ണിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് നമ്മൾ ഈ തിമിരം അങ്ങനെയൊക്കെയുള്ള കണ്ണിന് പ്രോബ്ലംസ് വരുന്നവർക്ക് ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ ഇത് വെളിയിലോട്ടൊക്കെ കയറ്റിയൊക്കെ അയക്കുന്നുണ്ട് ഈ പൊന്നാങ്കണ്ണി ചീര. അപ്പം നമുക്ക് ഒരു ചെറിയൊരു തണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അത് വളർത്തുകയും ചെയ്യാം. ചീരയ്ക്കൊന്നും അധികം വേവില്ല. അപ്പം നമ്മളിങ്ങനെ നല്ല ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചിക്കി എടുക്കണം. ഇത് നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണേ. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്.